കമ്മ്യൂണിക്കേഷനിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇരട്ടത്താപ്പ് ഈ നേതാക്കൾ പുലർത്തുന്നുണ്ട്. അതായത് ജനങ്ങളോട് നിങ്ങൾ ഇവിടെ മുഴുവൻ, അല്ലെങ്കിൽ അവർ പ്രതിപക്ഷത്താണെങ്കിൽ അവർ മുഴുവൻ നശിച്ചു എന്നും, അതേസമയം ഇവർ പറയുന്ന ഇവരുടെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവരുടെ ഭാഷയും ഇവരുടെ പ്രയോഗങ്ങളും എല്ലാം തന്നെ മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വലിയ ഡൈക്കോട്ടമി നമ്മുടെ ഒരു ഇതിലുണ്ട്. കേരളത്തിലെ ഏത് UDF-ലായാലും LDF-ലായുള്ള രാഷ്ട്രീയ നേതാക്കൾ, ഇപ്പോൾ നമ്മുടെ ജേർണലിസ്റ്റുകൾ എന്നുള്ള നിലയിൽ പലപ്പോഴും കിട്ടിയിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പം ചേംബർ ഓഫ് കോമേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഇവരുടെയൊക്കെ മീറ്റിങ്ങുകളിൽ അവർ വരുമ്പോഴത്തേക്ക് ഇവർ ഈ പുറത്ത് പറയുന്ന സാധനമല്ല പറയുന്നത്. വി ഡി സതീശനായാലും ശരി, രമേശ് ചെന്നിത്തലയായാലും ശരി, അല്ലെങ്കിൽ വേറെ ഏത് നേതാക്കളായാലും ശരി തന്നെ, അവരെല്ലാം കേരളത്തിൻ്റെ വലിയ പുരോഗതിയെക്കുറിച്ചിട്ട് പറയും. എന്നിട്ട് ഇതിലൊരു എന്താ പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷനിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇരട്ടത്താപ്പ് ഈ നേതാക്കൾ പുലർത്തുന്നുണ്ട്. അതായത് ജനങ്ങളോട് നിങ്ങൾ ഇവിടെ മുഴുവൻ, അല്ലെങ്കിൽ അവർ പ്രതിപക്ഷത്താണെങ്കിൽ അവർ മുഴുവൻ നശിച്ചു എന്നും, അതേസമയം ഇവർ പറയുന്ന ഇവരുടെ ഒരു ബിസിനസ് കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവരുടെ ഭാഷയും ഇവരുടെ പ്രയോഗങ്ങളും എല്ലാം തന്നെ മാറുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു വലിയ ഡൈക്കോട്ടമി നമ്മുടെ ഒരു ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ ബിസിനസ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ അവരുടെ വിശ്വാസ്യതയെ, അവരുടെ ഒരു ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ്. ഇപ്പം ആരോഗ്യരംഗത്തെ കുറിച്ചിട്ട് ജേക്കബ് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഇപ്പം കേരളത്തിൽ ആരോഗ്യരംഗം നമുക്ക് 0 ടോളറൻസ് ആണ്. അവിടെ ഒരു മിസ്റ്റേക്ക്, ഒരു കൈപ്പിഴ സംഭവിക്കാൻ പാടില്ല. കാരണം ഒരു മനുഷ്യൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്. അങ്ങനെയുള്ള കൈപ്പിഴകൾ കേരളത്തിൽ അടുത്ത കാലത്ത് ഫ്രീക്വൻ്റ് ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു കഴിഞ്ഞ 1 കൊല്ലോ 2 കൊല്ലത്തിനിടയിൽ ഈ സംഭവങ്ങൾ ഞാനീ പറഞ്ഞാൽ 5 കൊല്ലത്തിനും സംഭവിച്ചാണ് കേട്ടോ. അതെ, ഏതായാലും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പം അത് സംഭവിക്കുമ്പോഴത്തേക്ക് അതിൽ പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിൽ സംഭവിക്കുമ്പോൾ, നമ്മൾ ഇവിടെ പ്രൈവറ്റ് ആശുപത്രി ഉണ്ടെങ്കിലും നമ്മുടെ ഓരോ ഗവൺമെൻറ് ആശുപത്രികളും അത് ഹാൻഡിൽ ചെയ്യുന്ന പേഷ്യൻസിൻ്റെ നമ്പരും അതിൻ്റെ ഒരു തിരക്കും, അത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം ശരിക്കും ആലോചിക്കേണ്ടത് അതാണ്. അല്ലാതെ ഒരു മന്ത്രിയുടെ തലയിൽ ഇതെല്ലാം കൂടെ വെച്ചിട്ട് മന്ത്രിയെ ചീത്ത വിളിക്കുന്ന നിലയിലേക്കല്ല അത് എത്തേണ്ടത്. അതിനകത്ത് ഒരു പ്രോബ്ലം ഉണ്ട് സാർ, അത് അങ്ങനെ ഇടപെടുകയാണ്. ഇപ്പം നമ്മൾ തിരുവനന്തപുരം ജില്ലയിൽ വെളുപ്പിൽശാലയിൽ ഒരു മനുഷ്യന് വന്നു. അയാൾ ചെറുപ്പക്കാരനാണ്, അയാൾ മരിച്ചുപോയി. മരണം ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടതായിരുന്നു, സംശയമില്ല. പക്ഷെ നമ്മൾ കാണുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും താഴത്തെ നിലയിലുള്ള ഒരു ആശുപത്രിയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള അസുഖമായിട്ട് ഒരാൾ വരികയും അയാളെ രാത്രി 1:30 മണിക്ക് അയാളെ ഒരു ഡോക്ടർ അറ്റൻഡ് ചെയ്യുകയും 8 മിനിറ്റിനുള്ളിൽ അദ്ദേഹത്തെ ഒരു ആംബുലൻസിൽ കയറ്റി അടുത്ത സ്ഥലത്തേക്ക് വിടുകയും ചെയ്യും. രാത്രി 1:30-ക്കാണ് ഇത് നടക്കുന്നത്. എന്നിട്ട് ആ ഡോക്ടർമാർക്കും ആരോഗ്യവകുപ്പിനും മുഴുവൻ ചീത്ത വിളിയാണ്. നിങ്ങൾ ഈ ഡോക്ടർമാരെ കുറിച്ചും കൂടെ ആലോചിക്കുക. നമ്മൾ ഓരോ ജീവനും വളരെ വാല്യുബിളാണ് എന്ന് പറയുമ്പോഴും ഇദ്ദേഹത്തോട് തന്നെ നേരത്തെ മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നുള്ള എന്തുകൊണ്ട് അദ്ദേഹത്തിന് പോകാൻ വേണ്ടി പറ്റിയില്ല. ഒരു മരണം സങ്കടകരമാണ്. അത് നമുക്കാർക്കും തർക്കമില്ല. പക്ഷേ ഈ രോഗികളെ ചികിത്സിക്കേണ്ട ഡോക്ടർമാർ അയാളെ രാത്രി 1:30-ക്ക് അവിടെ എത്തുകയും 8 മിനിറ്റിനുള്ളിൽ ഒരു ആംബുലൻസിൽ അയാളെ കയറ്റി വിടുകയും ചെയ്യുന്നു എന്നുള്ളത് ഇന്ത്യയിൽ എവിടെ സംഭവിക്കുന്ന കാര്യമാണ്? ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെ മുഴുവൻ ആക്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിസ്റ്റത്തെ മുഴുവൻ ആക്രമിക്കുക. മന്ത്രി ആക്രമിക്കുന്ന എനിക്ക് മനസ്സിലാവും, അത് പൊളിറ്റിക്കലാണ്. ഈ ആരോഗ്യരംഗം വെന്റിലേറ്ററാണെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ അവസ്ഥ എന്ന് അവരെക്കുറിച്ച് കൂടി ആലോചിക്കണ്ടേ? ഇത് റൺ ചെയ്യുന്ന അവർ കൂടിയല്ലേ. മന്ത്രി ആക്രമിക്കുന്ന പൊളിറ്റിക്സ് പറയുന്നത് എനിക്ക് മനസ്സിലാവും. ഈ രാത്രി അവരോട് നിൽക്കുന്ന സപ്പോർട്ട് സ്റ്റാഫും പാരാമെഡിക്കൽ സ്റ്റാഫും ഡോക്ടർമാരെന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവരും കൂടിയതാണ് കേട്ടോ. അപ്പോൾ ഈ 10 മിനിറ്റിൽ ആ ആംബുലൻസുകാരനടക്കം വേറെ ഓൺ കോൾ, അങ്ങനത്തെ ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മളതിനെ വെന്റിലേറ്ററിലാണ് എന്നൊക്കെ പറയുന്നത് യാഥാർത്ഥ്യബോധവുമായി എത്രത്തോളം ചേർന്നിരിക്കുന്നു എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്.